നമസ്കാരം. നമ്മളിന്ന് മനുഷ്യന്റെ ബുദ്ധിയെക്കുറിച്ചുള്ള ചില അടിസ്ഥാനപരമായ ആശയങ്ങളിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ചും ചാൾസ് പിയർമാന്റെ അദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി. നിങ്ങളുടെ എല്ലാം MA സൈക്കോളജി പഠനത്തിന്റെ ഭാഗമാണല്ലോ ഇത്. ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊന്ന് ആഴത്തിൽ നോക്കുന്നത്. എന്താണ് ഈ ബുദ്ധി? അത് ഒരൊറ്റ വലിയ കഴിവാണോ അതോ പല പല ചെറിയ കഴിവുകൾ ചേർന്നതാണോ? ഈ ഒരു ചോദ്യം, അതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അതെ, ബുദ്ധിയെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കാൻ തുടങ്ങിയ കാലത്ത് അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്പിയർമാന്റെ സിദ്ധാന്തം. പിന്നീട് വന്ന പല തിയറികൾക്കും ഇതൊരു ബേസായിട്ടുണ്ട്. ശരിക്കും നമുക്ക് നോക്കാം എന്താണ് സ്പിയർമാന്റെ ആശയം, പിന്നെ അതിനെതിരെ വന്ന വിമർശനങ്ങൾ, അതും നോക്കാം. 1904 സ്പിയർമാൻ ഇത് കൊണ്ടുവരുന്നതല്ലേ? അന്നത്തെ കാലത്ത് അതൊരു വലിയ കാര്യം തന്നെ ആയിരിക്കണം. പലതരം ബുദ്ധിപരീക്ഷകൾ, അതിലെ സ്കോറുകൾ തമ്മിൽ എന്തൊരു ബന്ധമുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ്? എന്താണ് ഈ സിദ്ധാന്തത്തിന്റെ ഒരു കാതൽ? ഈ പറയുന്ന ദ്വിഘടകം എന്തൊക്കെയാണ്? സ്പിയർമാന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാത്തരം ബൗദ്ധിക ജോലികളിലും അതിലൊരു പൊതുവായ ഘടകം, അതായത് ജി ഫാക്ടർ, ജനറൽ ഫാക്ടർ ഉണ്ട് എന്നതാണ്. ഇതൊരു തരം ഒരു മാനസിക ഊർജം പോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ അളവാണ് ഓരോരുത്തരുടെയും ബുദ്ധിയിലുള്ള വ്യത്യാസത്തിന് കാരണം എന്നാണ് അദ്ദേഹം കരുതിയത്. അതോടൊപ്പം തന്നെ ഓരോ പ്രത്യേക ജോലി ചെയ്യാനും അതിനുവേണ്ട എസ് ഫാക്ടേഴ്സ്, അതായത് സ്പെസിഫിക് ഫാക്ടേഴ്സ്, പ്രത്യേക കഴിവുകളും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് കണക്ക് ചെയ്യണമെങ്കിൽ ഈ ജി ഫാക്ടറും വേണം, അതോടൊപ്പം കണക്കിന് വേണ്ട ഒരു പ്രത്യേക കഴിവും, അതാണ് എസ് ഫാക്ടർ, അതും വേണം. ഓക്കെ. അപ്പൊ ഈ ജി ഫാക്ടർ എല്ലാ ബൗദ്ധിക പ്രവൃത്തികളിലും ഉണ്ട് എന്ന് അദ്ദേഹം എങ്ങനെയാ ഉറപ്പിച്ചത്? അതിനൊരു ഒരു സയന്റിഫിക് ബേസ് വേണ്ടേ? തീർച്ചയായും. അതിനുവേണ്ടി അദ്ദേഹം ടെട്രാ ഡിഫറൻസ് എന്നൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഉപയോഗിച്ചു. സിംപിളായി പറഞ്ഞാൽ 4 വ്യത്യസ്ത ടെസ്റ്റുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അതായത് കോറിലേഷനുകൾ, ഒരു പ്രത്യേക കണക്ക് പ്രകാരം ശരിയായി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ടെസ്റ്റുകൾക്കെല്ലാം പൊതുവായൊരു അടിസ്ഥാന ഘടകം, അതായത് ജി, ഉണ്ട് എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഈ ജി ആണ് ആ ടെസ്റ്റുകൾ തമ്മിലുള്ള ബന്ധത്തിന് കാരണം. ഓ, അപ്പൊ അതിന് പിന്നിൽ അങ്ങനൊരു കണക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ ജി ഫാക്ടർ എന്ന ആശയം അതെല്ലാവർക്കും അത്ര പെട്ടെന്ന് സ്വീകാര്യമായില്ല അല്ലേ? തോണ്ടൈക്കൊക്കെ ഇതിനെ എതിർത്തിരുന്നല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാദം? ശരിയാണ്. EL തോണ്ടൈക്ക് സ്പിയർമാന്റെ ഈ ജി ഘടകത്തെ അപ്പാടെ അങ്ങ് തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ബുദ്ധിയെന്ന് പറയുന്നത് ഒരൊറ്റ പൊതുഘടകമല്ല, മറിച്ച് ഒരുപാട് പ്രത്യേക കഴിവുകളുടെ ഒരു കൂട്ടമാണെന്നാണ്. ഈ ടെസ്റ്റുകൾ തമ്മിലൊരു ബന്ധം കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ ടെസ്റ്റുകൾ അളക്കുന്ന ജോലികളിൽ ചില പൊതുവായ അംശങ്ങൾ, എലമെന്റ്സ് ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ വ്യക്തിയിലൊരു ജി ഫാക്ടർ ഉള്ളതുകൊണ്ടല്ല. അതായത് ഈ പൊതു സ്വഭാവം വ്യക്തിയിലല്ല, മറിച്ച് ആ ജോലിയിലാണുള്ളത്. അതാണ് തോണ്ടൈക്കിന്റെ പോയിന്റ്. അതായത് ഇപ്പോ ഒരാൾക്ക് കണക്ക് നന്നായി അറിയാമെങ്കിൽ അയാൾക്ക് ഭാഷയും അതുപോലെ വഴങ്ങണമെന്നില്ല. കാരണം രണ്ടും വ്യത്യസ്ത കഴിവുകളാണ്. അതിന് പൊതുവായൊരു ജി ഇല്ല എന്നാണോ? കൃത്യം, അതുതന്നെ. തോണ്ടൈക്ക് ബുദ്ധിയെ തരംതിരിച്ചത് ഓർമ്മയില്ലേ? സാമൂഹികം, സോഷ്യൽ, മൂർത്തം, കോൺക്രീറ്റ്, അതായത് വസ്തുക്കളുമായി ബന്ധപ്പെട്ടത്, പിന്നെ അമൂർത്തം, ആബ്സ്ട്രാക്ട്, അതായത് ആശയങ്ങളുമായി ബന്ധപ്പെട്ടതെന്നൊക്കെ. അതും ശരിക്കും ഈ ജോലികളുടെ സ്വഭാവം വെച്ചാണ്, അല്ലാതെ ഒരു മാനസിക ഘടനയുടെ വിഭജനമായിരുന്നില്ല. ശരി. തോണ്ടൈക്കിനെ പോലെ തന്നെ തോംസണും സ്പിയർമാന്റെ ആശയത്തെ ചോദ്യം ചെയ്തിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? അതെ, ഗോഡ്ഫ്രേ തോംസൺ. അദ്ദേഹത്തിന്റെ സാമ്പിളിംഗ് തിയറി അതും പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു മാനസിക പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരുപാട് അടിസ്ഥാന ഘടകങ്ങളുണ്ട്. അതിൽ നിന്ന് ആ പ്രത്യേക ജോലിക്ക് ആവശ്യമായ ഘടകങ്ങളെ നമ്മൾ സാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ജോലികൾ തമ്മിൽ ഒരു ബന്ധം വരുന്നത് അവ രണ്ടിനും ആവശ്യമായ ഈ അടിസ്ഥാന ഘടകങ്ങളിൽ ചിലതൊക്കെ ഒന്നായതുകൊണ്ടാണ്. എന്നുവെച്ചാൽ സ്പിയർമാന്റെ ജി പോലെ ഒരൊറ്റ കേന്ദ്രീകൃത ഘടകമില്ല. പകരം ഒരുപാട് സ്വതന്ത്ര ഘടകങ്ങളുണ്ട്, ഒരു പൂൾ പോലെ. അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ അതും ഒരു വ്യത്യസ്തമായ വിശദീകരണം. എല്ലാവരും ഈ ജിയെ ചോദ്യം ചെയ്യുകയാണല്ലോ. പിന്നീട് വന്ന തേഴ്സ്റ്റൺ, അദ്ദേഹം കൂടുതൽ കഴിവുകൾ കണ്ടെത്തിയെന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതെ, LL തേഴ്സ്റ്റൺ. അദ്ദേഹം ഫാക്ടർ അനാലിസിസ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയെ കുറച്ചുകൂടി വികസിപ്പിച്ചു.
സ്പിയർമാന്റെ ജി ഫാക്ടറിനെ അദ്ദേഹവും പൂർണ്ണമായിട്ടങ്ങ് അംഗീകരിച്ചില്ല. പകരം ബുദ്ധിക്ക് അടിസ്ഥാനമായിട്ട് ഒരു 7 പ്രാഥമിക മാനസിക കഴിവുകൾ, പ്രൈമറി മെന്റൽ എബിലിറ്റീസ് PMA ഉണ്ട് എന്നാണ് അദ്ദേഹം വാദിച്ചത്. സംഖ്യകൾ ഉപയോഗിക്കാനുള്ള കഴിവ് N, ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് V, സ്ഥലങ്ങളെക്കുറിച്ചുള്ള ബോധം S, ഓർമ്മ M, വാക്കുകൾ പ്രയോഗിക്കാനുള്ള കഴിവ് W, യുക്തി ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള കഴിവ് R, പിന്നെ കാര്യങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാനുള്ള കഴിവ് P, അങ്ങനെ 7 എണ്ണം. ഈ കഴിവുകൾ ഏതാണ്ട് സ്വതന്ത്രമാണെന്നും ഇവയെല്ലാം ചേർന്നാണ് ബുദ്ധിയെന്നും അദ്ദേഹം കരുതി. ഓക്കെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ സ്പിയർമാൻ ഒരു പൊതുഘടകം G, പിന്നെ പ്രത്യേക ഘടകങ്ങൾ S എന്ന് പറഞ്ഞു. തോണ്ടൈക്ക് പറഞ്ഞു പൊതുഘടകമില്ല, പ്രത്യേക കഴിവുകളേ ഉള്ളൂ, അത് ജോലിയിലാണെന്ന്. തോംസൺ പറഞ്ഞു ഒരുപാട് ഘടകങ്ങളുണ്ട്, നമ്മൾ സാമ്പിൾ എടുക്കുവാണെന്ന്. തേഴ്സ്റ്റൺ ആകട്ടെ 7 അടിസ്ഥാന കഴിവുകളാണ് പ്രധാനമെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ? അതെ, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ഈ സിദ്ധാന്തങ്ങളും അവ തമ്മിലുള്ള ഈ വാദപ്രതിവാദങ്ങളും അതൊക്കെ വളരെ പ്രധാനമാണ്. കാരണം എന്താ, ബുദ്ധിയെ നമ്മൾ ഇന്നെങ്ങനെ കാണുന്നു, എങ്ങനെ അളക്കുന്നു എന്നതിനെയൊക്കെ രൂപപ്പെടുത്തിയത് ഈ ആദ്യകാല ചിന്തകരാണ്. ഓരോ സിദ്ധാന്തത്തിനും അതിൻ്റെതായ മെച്ചങ്ങളും കുറവുകളുമുണ്ട്. തീർച്ചയായും. അപ്പോൾ ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, അതായത് ബുദ്ധി ഒന്നാണോ അതോ പലതാണോ എന്ന ഈ ഒരു സംവാദം, ഇത് നിങ്ങളുടെയൊക്കെ സൈക്കോളജി പഠനത്തിൽ എത്രത്തോളം പ്രധാനമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ വ്യക്തിയുടെയും കഴിവുകൾ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ സിദ്ധാന്തങ്ങൾ നിങ്ങളെ എങ്ങനെ സഹായിക്കും? ഒരാളുടെ ബുദ്ധിപരമായ കഴിവുകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ സിദ്ധാന്തങ്ങളിൽ ഏതിനായിരിക്കും നിങ്ങളൊരു പക്ഷേ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ആ ഇഗ്നോ മെറ്റീരിയൽ ഒന്നുകൂടി മറിച്ചു നോക്കുന്നത് ഈ ആശയങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം. നന്ദി.